സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉള്ള ഒരു ബുക്ക് ഉണ്ടോ മിസ് എന്നുള്ളത്. എന്നാൽ ഇനി അങ്ങനെ ഒരു വിഷമം വേണ്ട. ഓവർസിയർ എല്ലാ ലെവൽ സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങൾക്ക് ഈ ബുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓവർസിയർ എക്സാംസിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവര് മെയിൻലി ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ്. മോസ്റ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് സന്തോഷവും അതുപോലെ ഉപകാരമുള്ളൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉള്ള ഒരു ബുക്ക് ഉണ്ടോ മിസ് എന്നുള്ളത്, അല്ലേ? എപ്പോഴും കോൾ വരും അങ്ങനത്തെ ബുക്ക് ഉണ്ടോ, കാരണം നമുക്ക് ആൻസർ കീ വരുന്ന ബുക്സ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നാലും MCQ ആയിരുന്നാലും ഉണ്ട്. പക്ഷേ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ അന്വേഷിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. അപ്പം അവർ വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരുന്നത് ശരിക്കും വിഷമമുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ഒരു വിഷമം വേണ്ട. സിവിലിയൻസ് നിങ്ങൾക്കായിട്ട് പുതിയൊരു ബുക്കായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് MCQ ബുക്ക് വിത്ത് ഡീറ്റെയിൽ സൊല്യൂഷൻ. ഇതിപ്പോ ഒരു ബുക്ക് എന്ന് പറഞ്ഞിട്ട് 2 ബുക്ക് ഉണ്ടല്ലോ മിസ്സേ. വർഷ, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിന് എത്ര സബ്ജക്ട്സ് ഉണ്ടെന്ന് അറിയോ? 24. കറക്റ്റ്. 24ഓളം സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടേ? അതാണ് നമ്മൾ 2 വോളിയം ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. വോളിയം 1 ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നും വോളിയം 2 ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നും കവർ പേജിൽ തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഏതൊക്കെ എക്സാംസിന് യൂസ് ചെയ്യാം, അതായത് ഓവർസിയർ എല്ലാ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനും സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങൾക്ക് ഈ ബുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓവർസിയർ ലെവൽ മാത്രമല്ല, അതർ സ്റ്റേറ്റ് PSC എക്സാംസ്, അതുപോലെ തന്നെ SSC JEE RRB JEE എക്സാംസ്, അങ്ങനെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് എന്തൊക്കെ എക്സാംസ് എഴുതാൻ പറ്റുമോ ആ എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു ബുക്ക് മതി. കാരണം ഇതിനകത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ഉള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇനി നമുക്ക് ഈ ബുക്കിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമുക്ക് കണ്ടന്റ് പേജ് ഉണ്ട്, അല്ലേ? കണ്ടന്റ് പേജിൽ ആദ്യം നോക്കൂ, ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതിൽ 11 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ തന്നെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റോൺ, ബ്രിക്ക്, ലൈം, സിമെന്റ്, അങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റോൺ. സ്റ്റോണിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ 4 ഓപ്ഷൻ, അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, ആ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ള എക്സ്പ്ലനേഷൻ. ഈ രീതിയിലാണ് ഓരോ ക്വസ്റ്റ്യനും പോകുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഡൗട്ട് വരുന്ന കാര്യങ്ങൾ ഫിഗർ തന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ടാബുലാർ കോളങ്ങളിൽ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ കുട്ടികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ആ രീതിയിലാണ് നമ്മൾ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കാരണം ഇപ്പോഴത്തെ ഒരു PSCയുടെ ട്രെൻഡ് മാറുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവുക. എന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ പുതിയ ക്വസ്റ്റ്യൻസ് PSC ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്ത് ഓരോ ചാപ്റ്ററിലും അങ്ങനെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാവോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓവർസിയർ എക്സാംസിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവർ മെയിൻലി ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ് MCQ ബുക്കിൻ്റെ അകത്ത് വേറെ സബ്ജക്ട്സും ഇല്ലേ, ഇത് AE എക്സാമിന് മാത്രം ചോദിക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെയല്ല, ഒരു AE എക്സാമിൽ നമ്മുടെ ഓവർസിയറിന്റെ സബ്ജക്ട്സ് ഇല്ലേ, അപ്പൊ ആ AE എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണാണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് നഷ്ടമല്ലേ? അതുപോലെ ഇപ്പോൾ ഓവർസിയർ ലെവൽ എക്സാംസിന് മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾ AE ലെവൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റാങ്ക് കിട്ടത്തുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഓവർസിയർ ബാച്ചുകളിലുള്ള സ്റ്റുഡൻസിനോട് നമ്മൾ പറയുന്നതാണ്, അവർ ഓവർസിയർ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു PSC എക്സാമിന് എത്തുമ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കുറവുണ്ടാവാം. അല്ലെങ്കിൽ അവർക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും അത് നമുക്ക് പരിചിതം ആക്കിയെടുക്കണം. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു പരിചയം നമുക്ക് തോന്നണം എല്ലാ ക്വസ്റ്റ്യൻസിനോടും. അതിന് നിങ്ങൾ അതായത് AE ലെവൽ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മുടെ ഈ പുതിയ MCQ ബുക്കിന്റെ ബുക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഇനി ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തുടങ്ങി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതെ, ഇത് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ സിവിലിയൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സിവിലിയൻസിന്റെ സെന്ററുകളായ അതായത് തിരുവനന്തപുരം, കൊല്ലം, കാലിക്കറ്റ്, ഇതിൽ എവിടെ വന്നാലും നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ 9383450416 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. Learn from the best.